എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ക്ലാസ് കമ്പൈൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് കമ്പൈൻഡ് മീൻ. ഇതിൽ കമ്പൈൻഡ് മീൻ നമ്മൾ നേരത്തെ പഠിച്ചതാണ്, കാരണം അർത്ഥമാറ്റിക് മീനിൻ്റെ അകത്തിൽ കമ്പൈൻഡ് മീൻ പഠിച്ചത്. പക്ഷേ ഇവിടെ കമ്പൈൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പഠിക്കണമെങ്കിൽ കമ്പൈൻഡ് മീനും വേണം. അതുകൊണ്ട് ഒരു തവണയോടെ ഞാനത് പറയുകയാണ്. ആ ഇക്വേഷൻ കണ്ടോ, കമ്പൈൻഡ് മീൻ CM n1 x bar 1 plus n2 x bar 2 ഡിവൈഡഡ് ബൈ n1 പ്ലസ് n2. n1 എന്ന് പറയുന്നത് സാമ്പിൾ സൈസ് ഫസ്റ്റ് ഐറ്റമാണ്. തന്നിരിക്കുന്ന സാമ്പിളിൻ്റെ സെക്കൻഡ് ഐറ്റമാണ് n2. ഫസ്റ്റ് സാമ്പിളിൻ്റെ മീനാണ് എക്സ് ബാർ 1. അതുപോലെ സെക്കൻഡ് സാമ്പിളിൻ്റെ മീനാണ് എക്സ് ബാർ 2. ഓക്കെ, ഇനി അതിൻ്റെ കമ്പൈൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ CSD, കമ്പൈൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അത് റൂട്ടാണ്. റൂട്ട് ഓഫ് n1 സിഗ്മ 1 സ്ക്വയർ പ്ലസ് n2 സിഗ്മ 2 സ്ക്വയർ പ്ലസ് n1 d1 സ്ക്വയർ പ്ലസ് n2 d2 സ്ക്വയർ ഡിവൈഡഡ് ബൈ n1 പ്ലസ് n2. n1ഉം n2ഉം ഇതിപ്പം n1 n2 രണ്ട് സൈസ് ഓഫ് ഐറ്റത്തിൻ്റെ കാര്യം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ, സാമ്പിൾ സൈസ്. അത് n3 ആകാം, n4 ആകാം, അതിൻ്റെ അനുസരിച്ച് ആ ഇക്വേഷൻ, അതാണ് ഞാനിവിടെ ഡോട്ട് ഇട്ടിരിക്കുന്നത്. ഇക്വേഷൻ നീണ്ടുകൊണ്ടിരിക്കുക. അതായത് n1 x bar 1 പ്ലസ് n2 x bar 2 പ്ലസ് n3 x bar 3, അതുപോലെ ഇവിടെയും വരാം. അപ്പോൾ n1 സിഗ്മ 1 സ്ക്വയർ, സിഗ്മ 1 എന്ന് പറയുമ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദ ഫസ്റ്റ് സാമ്പിൾ. ഫസ്റ്റ് സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് സിഗ്മ 1, അതിൻ്റെ സ്ക്വയർ. n2 സെക്കൻഡ് സാമ്പിൾ, സിഗ്മ 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ നമ്പറിൻ്റെ രണ്ടാമത്തെ സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, എന്നിട്ട് അതിൻ്റെ സ്ക്വയറും വേണം. ഇനിയും n1 d1 സ്ക്വയർ, അവിടെ d1 ഓർത്തണം. d1 എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം അതാ പറഞ്ഞ കമ്പൈൻഡ് മീൻ ഇവിടെ വേണം. കമ്പൈൻഡ് മീൻ കിട്ടിക്കഴിഞ്ഞിട്ട് ആ കമ്പൈൻഡ് മീനിൽ നിന്ന് ഫസ്റ്റ് സാമ്പിളിൻ്റെ മീൻ മൈനസ് ചെയ്യണം. ഫസ്റ്റ് സാമ്പിളിൻ്റെ മീൻ എന്ന് പറയുന്നത് എക്സ് ബാർ 1 ആണ്. അപ്പോൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ കമ്പൈൻഡ് മീനിൽ നിന്ന് ആ ഫസ്റ്റ് സാമ്പിളിൻ്റെ എക്സ് ബാർ 1, അതായത് ഫസ്റ്റ് സാമ്പിളിൻ്റെ മീൻ മൈനസ് ചെയ്യണം, അതാണ് d1. അതേപോലെ തന്നെ d2 എന്ന് പറഞ്ഞാൽ ഇതേ കമ്പൈൻഡ് മീനിൽ നിന്ന് സെക്കൻഡ് സാമ്പിളിൻ്റെ മീൻ മൈനസ് ചെയ്യണം, എന്ന് പറഞ്ഞാൽ CM മൈനസ് എക്സ് ബാർ 2. അപ്പോൾ നമുക്ക് d1ഉം കിട്ടും d2ഉം കിട്ടും, ഓർത്തിരുന്നോണം. ഇനി ഈ ഇക്വേഷൻ തിരിച്ചും വേണേൽ ചെയ്യാം കേട്ടോ, അങ്ങനെയും ചെയ്യാം. അതായത് എക്സ് ബാർ 1ൽ നിന്ന് CM കുറയ്ക്കാം, അതുപോലെ എക്സ് ബാർ 2വിൽ നിന്ന് CM കുറയ്ക്കാം. പക്ഷേ ഞാനത് ഓർഡറിൽ അങ്ങ് തന്നെന്നുള്ളതേ ഉള്ളൂ. ഇനി ഞാനൊരു എക്സാമ്പിൾ തരുന്നു. ഇവിടെ രണ്ട് സാമ്പിൾ സൈസ്, ഗിവൺ സാമ്പിൾ സൈസ് n1 30, n2 20. ഫസ്റ്റ് സാമ്പിൾ മീൻ എക്സ് ബാർ 1 16, സെക്കൻഡ് സാമ്പിൾ മീൻ എക്സ് ബാർ 2 11. ഫസ്റ്റ് സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 4, സെക്കൻഡ് സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 2. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ CM കാണുന്നു, കമ്പൈൻഡ് മീൻ. അതായത് n1 x bar 1, n1 എത്രയാണ് 30, ഇതാണ്ട് കേട്ടോ. എക്സ് ബാർ 1 എത്ര 16, അപ്പോൾ 30 × 16, അതൊരു ബ്രാക്കറ്റിലിട്ട്. എന്നിട്ട് പ്ലസ് n2 x bar 2, n2 ഇവിടെ ഉണ്ട് 20 ആണ്, എക്സ് ബാർ 2 11 ആണ്, അപ്പോൾ 20 × 11 ബ്രാക്കറ്റ് കൊടുക്കുക, ഡിവൈഡഡ് ബൈ n1 പ്ലസ് n2. n1 30 ആണ്, n2 20 ആണ്. ഓക്കെ, ഇനി 30 × 16 480 മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിക്കോണം. 20 × 11 220 ഡിവൈഡഡ് ബൈ 30 പ്ലസ് 20 50. അപ്പോൾ 480 പ്ലസ് 220 ബൈ 50. ദാറ്റ് ഈസ് 480 220 ആഡ് ചെയ്തു 700 ഡിവൈഡഡ് ബൈ 50. 700നെ 50 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 14 കിട്ടി. അതാണ് നമ്മുടെ CM, കമ്പൈൻഡ് മീൻ. ഓക്കെ, ഇനി നമുക്ക് CSD, കമ്പൈൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണണമെങ്കിൽ d1ഉം d2ഉം ദാണ്ട് ഇവിടെ ഉണ്ട്, d1 d2 കാണണം. d1 കിട്ടുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു, CMൽ നിന്ന് ഫസ്റ്റ് എക്സ് ബാർ കുറച്ചാൽ മതി. അതായത് d1 നമുക്കിപ്പോൾ കിട്ടി, d1 അല്ല CM കിട്ടി, എത്രയാണ് 14. 14ൽ നിന്ന് ഫസ്റ്റ് എക്സ് ബാർ എത്രയാണ് 16. 14 മൈനസ് 16, ദാറ്റ് ഈസ് -2. വീണ്ടും d2 കാണാൻ CM മൈനസ് എക്സ് ബാർ 2. CM 14 ആണ്, എക്സ് ബാർ 2 11 ആണ്.
അപ്പോൾ 14 - 11 3. അപ്പോൾ D1 കിട്ടി, D2 കിട്ടി, ഈസി ആയല്ലോ. ഇനിയും റൂട്ടിൽ ദാ n1 സിഗ്മ 1 സ്ക്വയർ, n1 30 ആണ്, സിഗ്മ 1 4 ആണ്, 4ൻ്റെ സ്ക്വയർ ബ്രാക്കറ്റിൽ പ്ലസ് 2 n2 സിഗ്മ 2 സ്ക്വയർ ആണ്. അപ്പോൾ n2 എന്ന് പറയുന്നത് 20 ആണ്, സിഗ്മ 2 എന്ന് പറയുന്നത് 2 ആണ്, 2ൻ്റെ സ്ക്വയർ ബ്രാക്കറ്റിലിട്ടു പ്ലസ് n1 d1 സ്ക്വയർ, n1 30 ആണ്, d1 ദാണ്ട് കണ്ടു -2 അതിൻ്റെ സ്ക്വയർ പ്ലസ് n2 d2 സ്ക്വയർ, n2 നമ്മുടെ കയ്യിലുണ്ട് 20, അതുപോലെ തന്നെ d2 നമ്മുടെ കയ്യിലുണ്ട് 3 അതിൻ്റെ സ്ക്വയർ ബ്രാക്കറ്റിലിട്ടേക്കുക ഡിവൈഡഡ് ബൈ എന്താ n1 + n2 എത്ര 50. ഇത്രയും റൂട്ടിൻ്റെ അകത്ത് റൂട്ടിടാൻ മറക്കരുത്. ഇനി അതിനെ നമ്മൾ ഷോർട്ട് ചെയ്യുന്നു. 4 സ്ക്വയർ എത്ര 4 16, 30 × 16. അടുത്തത് 2ൻ്റെ സ്ക്വയർ, 2 4, അപ്പോൾ 20 × 4 പ്ലസ് 30 × -2ൻ്റെ സ്ക്വയർ. -2 എന്ന് പറയുമ്പോൾ സ്ക്വയർ എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക് പോസിറ്റീവ് ആകും. അപ്പോൾ 2 4, 30 × 4 പ്ലസ് 20 × 3 സ്ക്വയർ, 3 സ്ക്വയർ എന്ന് പറയുമ്പോൾ 9, 20 × 9. ഓക്കെ, അപ്പോൾ ഡിവൈഡഡ് ബൈ 50. ഇനി അത് 30 × 16 480, 20 × 4 80, 30 × 4 120, 20 × 9 180 ഡിവൈഡഡ് ബൈ 50. റൂട്ടിലിട്ടേക്കണം, മറക്കരുത്. ഇനി ഇതെല്ലാം കൂടെ ഈ ന്യൂമറേറ്റർ സൈഡ് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ റൂട്ട് ഓഫ് 860 ഡിവൈഡഡ് ബൈ 50. അപ്പോൾ 860/50. ആ 860/50യുടെ റൂട്ട് കാണണം. അപ്പോൾ ആദ്യം അതിനെ ഡിവൈഡ് ചെയ്യണം. 860യെ 50 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 17.2 കിട്ടും. ഇനി ആ 17.2ൻ്റെ റൂട്ട് കാണണം. 17.2ൻ്റെ റൂട്ട് 4.16. കണ്ട, ഇതാണ് CSD, അതായത് കമ്പൈൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ ഞാൻ ഇവിടുന്ന് കമ്പൈൻഡ് മീനും കമ്പൈൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷനും തന്നു. ഇനിയും ഈ ഡിസ്പെർഷൻ്റെ അകത്തിൽ ഒരു പോർഷനോടുണ്ട്, അതായത് ലോറൻസ് കർവ് എന്ന് പറഞ്ഞാൽ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. അതിൻ്റെ അകത്തിൽ കാൽക്കുലേഷനും ഉണ്ട്, ഒപ്പം തന്നെ ഡയഗ്രാം ഉണ്ട്. അതുകൂടെ ചേർത്തുള്ള ഒരു ലോറൻസ് കർവ് ഉണ്ട്. അതോടുകൂടി ഈ ഡിസ്പെർഷൻ എന്ന് പറയുന്ന പോർഷൻ കംപ്ലീറ്റ് കവർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ.